കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതവും വിലയേറിയതുമായ ഈ നല്ല സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടി വരുവാനും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയപരിധിയിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിപ്പാനും വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ഇപ്പോൾ കർത്താവിൻ്റെ തിരുവെഴുത്തുകളെ ശ്രവിപ്പാനും സർവ്വകൃപാലുവാകുന്ന ദൈവം നൽകി തരുന്ന അവസരങ്ങൾക്കും നിയോഗങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയങ്ങളിൽ ഇപ്പോഴും പിന്നത്തേതിലുമൊക്കെയായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ ദൈവമക്കൾ, കർത്താവിൻ്റെ അഭിഷക്തന്മാർ, വിശേഷിച്ച് ഇന്ന് ഈ അത്യുന്നതൻ്റെ മറവിൽ എന്ന ഈ ആത്മീക ശുശ്രൂഷകൾ, ഈ സെഷൻ വളരെ ആത്മനിയോഗത്തോടുകൂടി പ്രസൈഡ് ചെയ്യുന്ന കർത്താവിൽ പ്രസിദ്ധനും അനുഗ്രഹീതനുമായ പാസ്റ്റർ ജെയിംസ് ചാക്കോ അവറുകൾ, എന്നോട് ചേർന്ന് ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട് ആത്മീക ആരാധനകൾക്ക് ശക്തമായി നേതൃത്വം കൊടുക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഇന്ന് ഈ ഫ്ലോറിൽ ആത്മാവിൽ ആരാധിപ്പാൻ വളരെ നിയോഗത്തോടെ കടന്നു വന്നിരിക്കുന്ന വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കുമായി സ്തോത്രം. നിങ്ങളെല്ലാവരെയും ധന്യനാകുന്ന യേശുക്രിസ്തുവിൻ നിസ്തുല്യമുള്ള നാമത്തിൽ വളരെ സ്നേഹത്തോടുകൂടി എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങൾ ഞാൻ ഈ സമയത്ത് സ്നേഹത്തോടെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷാപൂർവം കർത്തൃസന്നിധിയിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ഈ പകലിൽ നിങ്ങൾക്കായി കൈമാറുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവിക ദൂതുകൾ ദൈവവചനത്തെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതി കൈമാറുവാൻ ഞാൻ കർത്താവിൽ ഒത്തിരി ശരണപ്പെടുന്നു. അതിന് ആധാരമായി വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ഒരു വാക്യം ഞാൻ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നുപോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഒന്നാമത്തെ വാചകം ഇങ്ങനെ വായിച്ചു: നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് മൂടാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് അരികിൽ എങ്ങനെയൊക്കെ ഇരുന്നാലും ഇപ്പോൾ ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ എന്നോട് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല സമയം പല സമയപരിധിയിൽ ഇരുന്നു കൊണ്ടാണ് ഞങ്ങൾ ഈ വചനം ധ്യാനിക്കുന്നതെങ്കിലും കർത്താവ് ഈ വചനം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ തുറക്കണം. യേശുവിൻ്റെ രക്തത്താൽ, കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മറവിൽ കർത്താവ് ഒരു തലമുറയെ സൂക്ഷിക്കണം. അനർത്ഥങ്ങൾ തൊടാതെ, അനർത്ഥം വ്യസനകാരണമായി തീരാതെ വണ്ണം അത്ഭുതകരമായ അവിടുത്തെ മക്കളെ അങ്ങ് നടത്തുവാൻ, സൂക്ഷിക്കുവാൻ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത മിനിറ്റുകളിൽ ഈ ഫ്ലോറിൽ നടക്കേണ്ടുന്ന ആത്മീക ശുശ്രൂഷകളുടെ മുഴുവൻ നിയന്ത്രണവും നിയോഗവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഞാൻ കൈമാറുന്നു. പരിശുദ്ധാത്മാവ് തന്നെ സകലതും നന്നായി ചെയ്യും. സർവ്വമഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് ഏവർക്കും വളരെ സുപരിചിതവും വളരെ ഹൃദ്യസ്ഥവുമായ ഒരു വേദഭാഗമാണ് ഇന്ന് പകൽ കർത്താവിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. നാം എല്ലാവരും അറിയുന്നത് പോലെ ഇസ്രായേൽ മക്കളെ മിസ്രയീമിന്റെ അടിമനുഖത്തിൽ നിന്നും വിടുവിപ്പാൻ മഹാദൈവത്തിന് തിരുഹിതം തോന്നിയപ്പോൾ കർത്താവ് അതിനുവേണ്ടി ഒരു മനുഷ്യനെ നിയമിക്കുകയുണ്ടായി. മിസ്രയീമിലെ ഭരണാധികാരിയായ ഫറവോ എന്ന ആ വ്യക്തിയുടെ അടിമനുഖത്തിന്റെ കീഴിൽ 400-ലധികം സംവത്സരം ഒരു ജനത തകർക്കപ്പെട്ട് കിടക്കുമ്പോൾ ആ ജനത്തെ വിടുവിപ്പാൻ ദൈവത്തിന് തിരുഹിതം തോന്നിയപ്പോൾ ആ ഒറ്റ പദ്ധതിക്ക് വേണ്ടി ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ നിയോഗം വന്ന് വീഴുക. വിടുതൽ നടക്കേണ്ടത് 20 ലക്ഷത്തിലധികം ജനത്തിന്റെ മേലാണ്. പക്ഷെ അങ്ങനെ വലിയൊരു കൂട്ടത്തിന്റെ മേൽ നടക്കേണ്ട വിടുതലിന് വേണ്ടി ഒരു വ്യക്തിയെ ദൈവം നിയോഗത്തോടെ അഭിഷേകം ചെയ്തു. ഒരാളുടെ മേൽ നിയോഗം വീണാൽ, ഒരാളുടെ മേൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടാൽ ലക്ഷങ്ങളെ, കോടിക്കണക്കിന് ജനങ്ങളെ കർത്താവിങ്കിലേക്കും ദൈവത്തിന്റെ മഹത്വത്തിലേക്കും തിരിക്കാനുള്ള ദൈവിക നിയോഗം ആ അഭിഷേക കൈമാറ്റത്തിനകത്ത് കർത്താവ് മറച്ചിട്ടിട്ടുണ്ട്. ഇവിടെ വായിച്ച വാക്യം, സർവശക്തനാകുന്ന ദൈവം മിസ്രയീമിൽ അയക്കുന്ന ബാധകളിലെ 10ാമത്തെ ബാധയാണല്ലോ ആ കടിഞ്ഞൂൽ സംഹാരം. മിസ്രയീമിലെ സകല വീടുകളിലും സംഹാരകൻ ഇടിച്ചു കയറി മനുഷ്യരിലും മൃഗങ്ങളിലുമുള്ള ആദ്യജാതനെ എല്ലാം കൊന്നുകളയുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ഭവനത്തെ മാത്രം ദൈവം അത്ഭുതകരമായി സൂക്ഷിക്കുകയാണ്. സത്യത്തിൽ ദൈവജനത്തിന്റെ വിടുതലിന്റെ സമയമാകുമ്പോൾ അവരുടെ ജോലിഭാരം അധികമായി വർദ്ധിക്കാൻ തുടങ്ങി. അവർക്ക് കിട്ടേണ്ട നന്മ അത് നേരെ പാതിയായി. വർക്ക് ലോഡ് വർദ്ധിച്ചു. അതിന് കിട്ടേണ്ട പ്രോഫിറ്റ് താരതമ്യേന കുറയുവാനിടയായി തീർന്നു. ഒരു അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ അധ്വാനത്തിന് ആനുപാതികമായി അവരുടെ ജീവിതത്തിനകത്ത് നന്മകൾ ലഭിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ജനത്തിന് ഇത് പിടികിട്ടുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഒരു ഭയങ്കര പദ്ധതിയുണ്ട്. ഇതുവരെ നേരിടാത്ത ക്രൈസിസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഇതുവരെ വെളിപ്പെടാത്ത ഒരു വിടുതലിന്റെ അടയാളമാണ് എന്ന് ദൈവം അന്ന് അവിടെ തെളിയിച്ചു കാണിച്ചു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ ജീവിത സാഹചര്യത്തിൽ ഇതുവരെ കടന്നു പോകാത്ത പ്രതികൂലത്തിനകത്തൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർത്തോ, ആ പ്രതിസന്ധിയോടുള്ള ബന്ധത്തിൽ ദൈവം നിങ്ങളെ വിടുവിപ്പാനുള്ള ദൈവത്തിന്റെ ടൈമായി, ദൈവത്തിന്റെ ടൈം സോണിലേക്ക് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വിശേഷപ്പെട്ട ചില പുറപ്പാടുകളുടെയും കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ഒരു തലമുറ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചില പുറപ്പാടുകളിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്തുവാനുള്ള ദൈവത്തിന്റെ ടൈം സോണിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുകയാണെന്ന് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഉറപ്പു തരികയാ.
നിന്റെ ജീവിതത്തിനകത്ത് തെറ്റിപ്പോയ സമയങ്ങളെ, നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടമായി പോയ ആയുസിനെ മുഴുവൻ മടക്കി തരുവാൻ കഴിവും പ്രാപ്തിയുമുള്ള ദൈവത്തെയാ ഇന്ന് പകൽ നിങ്ങൾ ആരാധിക്കുന്നത്. നോക്കിക്കേ, 10ാം ബാധ കടിഞ്ഞൂൽ സംഹാരം. ഈ സംഹാരകന്റെ ആ കരത്തിൽ നിന്നും ദൈവത്തിന്റെ മക്കളെ വിടുവിക്കേണ്ടതിനായി ദൈവം കണ്ട പദ്ധതിയായിരുന്നു പെസഹ കുഞ്ഞാടിനെ അറക്കണം. പെസഹ കുഞ്ഞാടിന്റെ രക്തം അവർ പാർക്കുന്ന വീടിന്റെ കട്ടളക്കാലിലും കുറുമ്പടിമേലും പുരട്ടണം. സത്യത്തില് ആദ്യത്തെ 9 ബാധയും ദൈവം മിസ്രൈമിൽ അയക്കുമ്പോ ഫറവോ താൽക്കാലികമായിട്ട് പറയും ജനത്തെ വിട്ടയക്കാം, മരുഭൂമിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കാം എന്നൊക്കെ ഉറപ്പ് കൊടുത്തെങ്കിലും ബാധ മാറുമ്പോ ഫറവോന്റെ മനസ്സ് മാറും. 9 തവണ ഫറവോയ്ക്ക് ദൈവം ചാൻസ് കൊടുത്തു. 9 തവണ ദൈവത്തോട് ഫറവോ ഫേവർ കാണിച്ചെങ്കിലും, അല്ലെങ്കിൽ ദൈവമക്കളോട് സ്തോത്രം, മോശയോടും മോശയുടെ പിറകിൽ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ജനത്തോടും ഫേവർ കാണിച്ചെങ്കിലും മിനിറ്റുകൾ കൊണ്ടും മണിക്കൂറുകൾ കൊണ്ടും ഫറവോ തന്റെ വാക്കുകൾ മാറ്റും. ആ വാചകം ശ്രദ്ധിച്ചോണേ. 1ാമത്തെ ബാധ നൈലിലെ വെള്ളത്തെ രക്തമാക്കുക. താഴെ ഇങ്ങോട്ട് ധ്യാനിക്കുമ്പോൾ വ്യത്യസ്ത നിലകളിലുള്ള ബാധകൾ മിസ്രൈമിൽ ബാധിക്കുവാനിടയായി തീർന്നു. പക്ഷെ 1 മുതൽ 9 വരെയുള്ള ആ ബാധകൾ മിസ്രൈമിൽ ബാധിക്കുമ്പോൾ ഫറവോ ആദ്യം പറയും ജനത്തെ ഞാൻ വിട്ടയക്കാം, മരുഭൂമിയിൽ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനുള്ള സ്വാതന്ത്ര്യം ഞാൻ അവർക്ക് കൊടുക്കാന്നൊക്കെ പറയും. പക്ഷേ വിടുതൽ അങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ, ബാധ മാറി കഴിയുമ്പോൾ ഫറവോന്റെ മനസ്സ് മാറും. സ്തോത്രം. വാക്കുകൾ ഇങ്ങനെ, മനുഷ്യരിങ്ങനെയാ, സാഹചര്യത്തിന്റെ മുമ്പിൽ വാക്കുകൾ മാറ്റി പറയും. പലതവണ നിങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു തന്നിട്ടും, പലതവണ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വാതിലുകൾ തുറന്നു തന്നിട്ടും അവർ തന്നെ അടച്ചു കളഞ്ഞ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് ഈ തിരുവെഴുത്തിനെ അടിസ്ഥാനമാക്കി പരിശുദ്ധാത്മ നിയോഗത്തിൽ ഒരു പ്രവചന ദൂത് പോലെ കൈമാറുകയാണ്. ശത്രുവിന് ഇനി വാക്ക് മാറ്റി പറയാൻ കഴിയാത്ത നിലയിൽ നിന്റെ ജീവിതത്തിനകത്ത് ആധികാരികമായ ഒരു വിടുതലിനെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുകയാ. വിശ്വസിക്കാൻ പറ്റുന്നവർ വായി തുറന്ന് അധരം ചലിപ്പിച്ച് ദൈവത്തിന് ആരാധന കൊടുത്തോണം. മനുഷ്യർ പറഞ്ഞ വാക്കുകൾ സാഹചര്യത്തിനനുസരിച്ച് അവർ മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ മനുഷ്യർ ഇനി വാക്ക് മാറിയാലും നിന്റെ വിടുതൽ ഇനി തടയപ്പെടാത്ത നിലയിൽ നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്തു തരാൻ കഴിയുന്ന സർവശക്തന്റെ മഹത്വത്തെ. ഹല്ലേലൂയ. 1ാമത്തെ ബാധ നൈലിലെ വെള്ളത്തെ രക്തമാക്കി തീർക്കുക. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 17-ാം വാക്യത്തിലാണ് നമുക്ക് ആ ഭാഗം മനസ്സിലാക്കാൻ പറ്റുന്നത്. മോശേനെ ദൈവം ഈ വലിയൊരു ദൗത്യത്തോടെ മടക്കി അയക്കുമ്പോൾ 7-ാം അധ്യായം മുതൽ മിസ്രൈമിനകത്ത് ബാധ വെളിപ്പെടുക. 7-ന്റെ 1 മോശയോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. യഹോവ മോശയോട് അരുളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. ആ വാചകം കണ്ടോ? 80 വയസ്സ് പ്രായമുള്ള വയോധികനാകുന്ന ഒരു മനുഷ്യൻ, തടിച്ച നാവ, വിക്കന, കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല. ഇത്രയും ജനത്തെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കഴിവോ പ്രാഗൽഭ്യമോ മോശയ്ക്കില്ല. 40ാമത്തെ വയസ്സ് വരെ ഇദ്ദേഹം വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. പക്ഷെ 80ാമത്തെ വയസ്സിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രാപ്തി ഇല്ലാതെ മോശ നിൽക്കുമ്പോ മോശയോട് ദൈവം പറയാം, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. അപ്പം മിസ്രൈമിനെ അടക്കി വാഴുന്ന, മിസ്രൈമിലെ സകല സംവിധാനങ്ങളുടെയും മുൻപിൽ തീരുമാനമെടുക്കുന്ന, മിസ്രൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് ഫൈനൽ വേർഡ് കൽപ്പിച്ചാക്കുന്ന ഫറവോന് മീതെ ദൈവമായി വയോധികനാകുന്ന ഒരു മനുഷ്യന്റെ മേൽ അങ്ങനത്തെ ഒരു അഭിഷേകം കർത്താവ് കൈമാറിയെങ്കിൽ കർത്താവിന്റെ ആത്മാവ് ശക്തമായിട്ട് ഒരു ദൂത് കൈമാറുകയാ. കഴിഞ്ഞ തലമുറകളെ അടിമകളാക്കി ഒതുക്കി തകർത്തിട്ടിരിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളുടെ മീതെ ദൈവത്തിന്റെ മഹത്വത്തോടെ കർത്താവ് നിന്നെ മടക്കി അയക്കാൻ പോകയാ. ഇന്ന് ഈ സന്ദേശം കേട്ടിട്ട് നിന്റെ ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ, ഇന്ന് ഈ സന്ദേശം കേട്ടിട്ട് നിങ്ങളുടെ ജോലി മേഖലകളിലേക്ക് നിങ്ങൾ മടങ്ങുമ്പോൾ, ഇന്നലെ വരെ നിങ്ങളെ ഒതുക്കിയിട്ടിരുന്ന ഫറവോന്യ ശക്തികളുടെ മീതെ നിന്റെ ബോസ് അത് കാണാൻ പോകുന്നു, നിന്റെ മാനേജർ അത് കാണാൻ പോകുന്നു, നിന്റെ പട്ടണത്തിൽ വ്യാപരിക്കുന്ന കുടിയിരിപ്പ് അത് കാണാൻ പോകുന്നു. ഇന്നലെ വരെ നിനക്കെതിരെ തല ഉയർത്തി നിന്ന പൈശാചിക മണ്ഡലങ്ങൾ അത് കാണാൻ പോകുന്നു. മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് നൂറ്റാണ്ടുകളായി, പതിറ്റാണ്ടുകളായി ഒതുക്കി ഒരു തലമുറകളെ ബന്ധനത്തിനകത്തിട്ടിരിക്കുന്ന ഫറവോന്യ ശക്തിക്ക് മീതെ ദൈവമായിട്ട് ഒരു മനുഷ്യനെ കർത്താവ് അയച്ചെങ്കില് നിങ്ങളുടെ മീതെ അങ്ങനത്തെ ഒരു പുത്തൻ അഭിഷേകത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ കൈമാറുകയാ. നിന്റെ മീതെ ദൈവം പകരുന്ന നിയോഗം ഒരു തലമുറയെ ഉദ്ധരിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണെന്ന്. താങ്ക് യു മാസ്റ്റർ. എന്താ മോശയോട് ദൈവം പറയുന്ന വാക്ക്? ദൈവം ഇറങ്ങുവാനല്ല പറഞ്ഞേ. എന്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം, മോശയോട് ദൈവം അരുളി ചെയ്യുന്നു, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ വലിയ പ്രോജക്റ്റ് മോശയിലൂടെ ചെയ്യിക്കുക. എലോഹീമായ ദൈവം, എൽ ഷദായായ ദൈവം, കാദേശ് മരുഭൂമിനെ നടുക്കുന്ന ശബ്ദമുള്ളവൻ, എന്റെ അന്തരീക്ഷത്തെ, ഈ കാണുന്ന സകല സംവിധാനത്തെയും ഒരു വാക്കുകൊണ്ട് കൽപ്പിച്ചാക്കിയ സൃഷ്ടിച്ച ദൈവം, ഭൂമിയെ ഒരു പ്രത്യേക ഭ്രമണപഥത്തിൽ ഒരു അച്ചുതണ്ടിനകത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ദൈവം, നക്ഷത്രങ്ങളെ, ഗാലക്സികളെ ഈ അന്തരീക്ഷത്തിനകത്ത് നല്ല വാക്കുകൊണ്ട് കൽപ്പിച്ചാക്കിയ ദൈവം മോശയോട് പറയുക, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിന്നിലൂടെ ചെയ്യാൻ പോവാ. സഹോദര, നീ നിന്നെ ചെറുതായി കാണരുത്. മാതാവേ, നീ നിന്നെ ചെറുതായി കാണരുത്. നിന്നെ ഒരു പരിധിക്കകത്ത് ഒതുക്കാൻ നിന്റെ സാഹചര്യങ്ങൾ, പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ, ഇവിടുത്തെ സകല പൈശാചിക മണ്ഡലങ്ങളും നിനക്കെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിന്നെ ഒതുക്കാൻ പദ്ധതിയിടുമ്പോൾ, വിശുദ്ധ ബൈബിൾ ഈ വചനത്തെ ഉറപ്പു നിർത്തിക്കൊണ്ട് നിങ്ങളുടെ കൈമാറുകയാ. ഒരു തലമുറയെ ഒതുക്കിയ മണ്ഡലത്തിന്റെ മീതെ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് ചിലത് ചെയ്യാൻ. പഴയ നിയമത്തിൽ ഒരു ഭക്തന് വേണ്ടി കർത്താവ് ഇത് ചെയ്തെങ്കിൽ
അബ്ബ പിതാവേ എന്ന് വിളിക്കുവാൻ പാകത്തിൽ സുപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിന് മേൽ അയച്ച് പുത്രത്വത്തിന്റെ ആത്മാവിന്റെ നിറവിൽ നിൽക്കുന്ന നമുക്ക് വേണ്ടി എത്രയധികമായി കർത്താവിന് ചെയ്യാൻ കഴിയും. ഇന്നലെ വരെ തകർന്നെടുത്ത ദൈവം നിങ്ങളെ അത്ഭുതകരമായിട്ട് ഉയർത്തട്ടെ. 2025 ഒന്നാം മാസത്തിന്റെ 25ാമത്തെ പകലിൽ ആത്മാവി ദൂത് ശക്തമായിട്ട് ചിലർക്ക് വേണ്ടി കൈമാറുകയാ. ഒരു അസ്ത്രം തുളച്ചു കയറുന്നത് പോലെ നിന്റെ ഹൃദയം എന്ന മാംസപ്പലകയിലേക്ക് ഈ ദൈവത്തിന്റെ വചനം തുളച്ചു കയറുകയാ. അപ്പനും അമ്മയും പൂർവ്വപിതാക്കന്മാരോ കഴിഞ്ഞ തലമുറയിലെ നിന്റെ വംശാവലി മുഴുവൻ ഒതുക്കപ്പെട്ട് കിടക്കുന്ന ദേശത്ത് ദൈവത്തിന്റെ മുഴുവൻ മഹത്വത്തെയും പ്രദർശിപ്പിക്കാനുള്ള ഒരു മഹാനിയോഗത്തെ. മോശേ, നീ എന്നെ നോക്ക്, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ആ ഭാഗത്ത് ഞാൻ നിൽക്കുന്നില്ല. 7-ാം അധ്യായത്തിൽ 6-ാം അധ്യായം വരെ അതിശക്തമായ എൻകൗണ്ടറുകളാ മോശയുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്നത്. മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മാവിയപ്പനുമാകുന്ന ഇത്രോവിന്റെ ആടുകളെ മേയിച്ച് മരുഭൂമിക്കപ്പുറം ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബോളെ എത്തുമ്പോൾ രണ്ട് മുൾപ്പടപ്പ് നിന്ന് കത്തുന്നു. മുൾപ്പടപ്പിനകത്ത് അഗ്നിജ്വാലയിൽ സ്തോത്രം ഒരു ദൂതൻ ഇറങ്ങി. സ്തോത്രം ആ ദൂതന് നിയോഗത്തോടെ കൈമാറാൻ ഒരു സന്ദേശമുണ്ട്. സ്തോത്രം മിസ്രൈമിലേക്ക് നീ മടങ്ങിപ്പോ. 3-ാം അധ്യായത്തിനകത്ത് ദൈവം ഇടപെട്ട ദൈവിക ഇടപെടൽ. സ്തോത്രം ചില അധ്യായങ്ങൾ നീണ്ടു. ദൈവം മോശയോട് മുഖാമുഖം സംസാരിക്കുകയാ. 7-ാം അധ്യായത്തിൽ മോശനെ മടക്കി അയക്കുമ്പോൾ പറയുകയാ, ഫറവോന് നീ ദൈവമായിരിക്കുമെന്ന്. നീ പറയുന്നതിന്റെ അപ്പുറം ഫറവോന്റെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിക്കത്തില്ലെന്ന്. മന്ത്രവാദികളും ശകുനവാദികളും ലക്ഷണവിധി അറിയാവുന്ന ആളുകളുമൊക്കെ പതിറ്റാണ്ടുകളായി തല ഉയർത്തി മിസ്രൈമിനെ മുഴുവൻ ഒരു അന്ധകാര സ്വാധീനത്തിനകത്തേക്ക് നയിക്കുന്ന സാഹചര്യത്തിനകത്ത് വയോധികനാകുന്ന ഒരു മനുഷ്യനെ കൊണ്ട് ഒരു പട്ടണത്തിന്റെ ഒരു രാജ്യത്തിന്റെ സകല സംവിധാനത്തെയും തകർത്തു മാറ്റാൻ അന്ന് ദൈവത്തിന് സാധ്യമായെങ്കിൽ 2025 ഇതുവരെ നിങ്ങളുടെ മേൽ വീഴാത്ത ചില നിയോഗങ്ങളെ വീണ്ടും ജനിക്കപ്പെട്ടിട്ട് രക്ഷാനിർണയം പ്രാപിച്ചിട്ട് അഭിഷേകത്തിന്റെ ശക്തിയെ വഹിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ നിങ്ങളുടെ മേൽ വെളിപ്പെടാത്ത ചില ദൈവിക പദ്ധതികളെ ഇന്നിന്റെ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലർക്ക് വേണ്ടി കൈമാറാൻ പോകുകയാണ്. ഒരു രാജ്യത്തെ ഉദ്ധരിക്കാൻ, ഒരു പട്ടണത്തെ ഉദ്ധരിക്കാൻ, തലമുറകളെ ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് വാഗ്ദത്തത്തിന്റെ ദേശങ്ങളിലേക്ക് നയിക്കാനുള്ള മഹാദൈവത്തിന്റെ നിയോഗം ചിലർക്ക് വേണ്ടി കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ കൈമാറുന്നു. 7:1 പറയുന്നു, നീ ഫറവോന് ദൈവമായിരിക്കും. 7:17 ഒന്നാമത്തെ ബാധ, ഞാൻ യഹോവയെന്ന് നീ ഇതിനാൽ അറിയും എന്നിങ്ങനെ യഹോവ കൽപ്പിക്കുന്നു. മോശ ഫറവോയോട് സംസാരിക്കുക, ഇതാ എന്റെ കയ്യിലുള്ള വടികൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിൽ അടിക്കും, അത് രക്തമായി തീരും. നിങ്ങൾ ദൈവത്തിന്റെ ആ പദ്ധതിയുടെ പാറ്റേൺ, ആ റൂട്ട് ഒന്ന് നോക്കിക്കേ. 40-ാമത്തെ വയസ്സിൽ ആ രാജ്യത്തിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോ അന്ന് ആ മനുഷ്യൻ ഒരു യൗവനക്കാരനാ. അടുത്ത 40 കൊല്ലം കഴിഞ്ഞ് 80-ാം വയസ്സിൽ വയോധികനായ ആ ദേശത്തേക്ക് മോശ വരുമ്പോൾ ദൈവം അയക്കുന്ന 10 ബാധകളിലെ 1-ാമത്തെ ബാധ അഥവാ മോശയുടെ ശുശ്രൂഷയുടെ ആദ്യത്തെ തലം വെളിപ്പെടുത്തുന്നത് നൈലിലെ വെള്ളത്തിലാണ്. ഇത് ഫറവോയ്ക്ക് പിടികിട്ടിയില്ലെങ്കിലും മോശയ്ക്ക് നന്നായി പിടികിട്ടും. എന്നാ കാര്യം എന്നറിയാമോ? 3 മാസം പ്രായമുള്ളപ്പോ ഈ കുഞ്ഞിനെ വളർത്താനുള്ള സാഹചര്യം മാതാപിതാക്കൾക്ക് ഇല്ലാതെ വന്നപ്പോ ഇതേ നൈൽ നദിയിലേക്ക് ഞാങ്ങണച്ചെടികളുടെ ഇടയിൽ ഒരു ഞാങ്ങണ പെട്ടകത്തിനകത്ത് ഈ മോശനെ കൊണ്ട് കിടത്തിയ ഒരു ചരിത്രം പിറകി കിടപ്പുണ്ട്. 80 കൊല്ലത്തിന് പിറകിലുള്ള ചരിത്രം മോശയുടെ ഹൃദയത്തിനകത്ത് മായാതെ കിടപ്പുണ്ട്. കാരണം താൻ ജനിച്ച കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. എബ്രായ കുടുംബത്തിൽ, ലേവി കുടുംബത്തിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം കിട്ടി വളരാനുള്ള സ്വാതന്ത്ര്യമില്ല. ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും മക്കളുടെ ഭാവി കാണാൻ, മക്കളെ വളർത്താൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് നിയമം പ്രാബല്യത്തിൽ വന്ന കാലഘട്ടം. വാചകം ഹൃദയത്തിൽ എഴുതിക്കോണം. ഒത്തിരി പ്രതീക്ഷയോടെ, ഒത്തിരി ആഗ്രഹത്തോടെ കാത്തിരുന്ന് കിട്ടുന്ന ആൺതലമുറകളെ വളർത്താൻ തരത്തില്ലെന്ന് ഫറവോ എന്ന ഭരണാധികാരി സർക്കുലർ പുറത്തു കൊണ്ടുവന്ന കാലഘട്ടത്ത് മോശേനെ 3 മാസം പ്രായമുള്ളപ്പോൾ നൈലിലെ വെള്ളത്തിൽ ഒരു ഞാങ്ങണ പെട്ടകത്തിനകത്ത് ഒഴുക്കുക. അവിടുന്ന് അവന്റെ തിരിവ്. സ്തോത്രം. പേര് പോലും അങ്ങനെ വരാൻ കാരണം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത് കൊണ്ടാണ്. മോശയോട് ദൈവത്തിന്റെ മൗനമായി പറയാനൊരു ദൂതുണ്ട്. നീ ചെയ്യുന്ന നിന്റെ ശുശ്രൂഷയുടെ 1-ാമത്തെ പ്ലാറ്റ്ഫോമിനെ നൈലിലെ വെള്ളമാക്കി ഞാൻ മാറ്റും. എന്തിനാണെന്നറിയോ മോശേ? നിന്റെ പ്രാണനെ വെല്ലുവിളിച്ചതാ. നീ ജനിച്ച കാലഘട്ടത്തിൽ നിന്റെ കൂടപ്പിറപ്പുകളുടെ, നിന്റെ സമകാലികരായി ജനിച്ചു വളർത്തപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളുടെ പ്രാണനെ കവർന്നെടുത്ത അതേ നൈലിനകത്ത് തന്നെ നീ നിന്റെ ശുശ്രൂഷ തുടങ്ങൂ. ഒന്നുകൂടെ കൃത്യമായിട്ട് ഞാൻ ചിലരെ നോക്കിക്കൊണ്ട് നിയോഗത്തോടെ കൈമാറുകയാ. നിന്റെ ആയുസിനെ വെല്ലുവിളിച്ച, നിന്റെ പ്രാണനെ വെല്ലുവിളിച്ച, നിന്റെ തലമുറയുടെ ഭാവിയെ വെല്ലുവിളിച്ച ആ പ്രതിസന്ധിക്കകത്ത് തന്നെ ചില അത്ഭുതങ്ങളെ വെളിപ്പെടുത്തി കാണിച്ചുകൊണ്ട് ഒരു പുതിയ ശുശ്രൂഷയുടെ നിയോഗത്തെ ഇന്ന് പകലിൽ കർത്താവ് ചിലർക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ. കുടുംബജീവിതം തകർക്കപ്പെട്ട നിന്നോട് ദൈവം പറയുന്നു, നിന്റെ കുടുംബജീവിതത്തിനകത്ത് നീ ഒരു ദൈവപ്രവൃത്തി കാണാൻ പോകുന്നു. ആരോഗ്യത്തിനകത്ത് തകർച്ച അനുഭവിക്കുന്ന വാത്സല്യ പിതാവെ അങ്ങയെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് ഇടപെടുകയാ. അതിന്റെ മീതെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ തകർച്ചക്കകത്ത് കിടക്കുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, ആ പ്രതലത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചാക്കാൻ പോകുകയാ. നീ എവിടുന്നാണോ തുടങ്ങിയത്, നിന്റെ തിരിവ് എവിടുന്നാണോ, നിന്റെ തകർച്ച എവിടുന്നാണോ ആരംഭിച്ചത്, അതേ പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ ഞാൻ എന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി ഞാൻ ആരാണെന്ന് മിസ്രൈമിന്റെ മണ്ണിൽ തെളിയിച്ചു കാണിക്കുമെന്ന്. 1-ാമത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്തോത്രം മറ്റൊരു പ്രതലം കർത്താവ് കണ്ടില്ല. 1-ാമത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൈലിലെ വെള്ളത്തെ തന്നെ കർത്താവ് കണ്ടോ?
80-ാമത്തെ വയസ്സിൽ മടങ്ങി വരുമ്പോൾ കയ്യിലൊരു വടിയുണ്ട്. അങ്ങോട്ട് പോയപ്പോൾ ഇല്ലാത്ത വടി ഇങ്ങോട്ട് വന്നപ്പോഴുണ്ട്. ആ വടി വീശി നൈലിലെ വെള്ളത്തിലേക്ക് അടിച്ചപ്പോൾ നൈലിലെ വെള്ളം വ്യക്തമായി തീർന്നു. ഒത്തിരി കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊന്ന, ഒത്തിരി മക്കൾ ശ്വാസം കിട്ടാതെ മുങ്ങി മരണപ്പെട്ട, ഒത്തിരി പേരുടെ മരണത്തിന്റെ റിപ്പോർട്ട് എഴുതിയ നൈലിലെ വെള്ളത്തിനകത്ത് അതിനെ രക്തമാക്കിക്കൊണ്ട് അടുത്തൊരു യുഗത്തിന്റെ നിയോഗം ദൈവം അന്ന് അവിടെ ആരംഭിച്ചെങ്കിൽ നിന്റെ തകർച്ചയ്ക്ക് സാക്ഷ്യം നിന്ന പ്ലാറ്റ്ഫോമുകളുടെ അകത്ത് ദൈവത്തിന്റെ ശക്തിയെ കർത്താവ് തെളിയിച്ച് കാണിക്കാൻ പോകയാ. നിനക്കൊരു മടങ്ങി വരവ് ദൈവം കൽപ്പിച്ചാക്കുമ്പോൾ അങ്ങനത്തെ ഒരു റോയൽ എൻട്രി, നീ തിരിച്ച് രാജ്യത്ത് കയറിയെന്ന്, മോശെ നീ തിരിച്ച് മിസ്രൈമിൽ വന്നെന്ന് ദേശമറിയത്തക്ക നിലയിൽ 3 മാസം പ്രായമുള്ളപ്പോ മാതാപിതാക്കള് കണ്ണുനീരോടെയാ നിന്നെ ആ നൈലിലെ വെള്ളത്തെ കൊണ്ട് ഒഴുക്കി വിട്ടത്. പക്ഷേ 80-ാമത്തെ വയസ്സിൽ നീ ഈജിപ്തിന്റെ ആ രാജ്യത്തിനകത്ത് കയറുമ്പോൾ രാജ്യം മുഴുവൻ അറിയും നീ തിരിച്ചു വന്നെന്ന്. എന്നാണെന്നറിയാമോ? രാജ്യത്തിന്റെ പോഷകം മുഴുവൻ മറഞ്ഞു കിടക്കുന്ന, രാജ്യത്തിന്റെ നന്മ മുഴുവൻ മറഞ്ഞു കിടക്കുന്ന നൈലിലെ വെള്ളത്തെ രക്തമാക്കിക്കൊണ്ട് നിന്റെ ശുശ്രൂഷയുടെ ഇനോഗ്രേഷൻ ഞാൻ നടത്താൻ പോകുകയാണ്. നീ പുറത്തു വരത്തില്ലെന്ന് വിധി എഴുതിയ ചിലതിന്റെ നടുവിൽ തന്നെ കർത്താവ് നിന്റെ ശുശ്രൂഷയെ തെളിയിക്കുന്ന വർഷം. ഈ ദൂത് പറയുമ്പോൾ എന്റെ അകം കത്തുന്നു. നീ തീർന്നെന്ന് വിധി എഴുതിയതാ. മോശ ജനിച്ച കാലഘട്ടത്തിൽ സമകാലികരായ ഒത്തിരി കുഞ്ഞുങ്ങൾ അവരുടെ അവസാനത്തിന്റെ വിധിയായിരുന്നു നൈലിലെ വെള്ളം. സ്വാഭാവികമായിട്ടും മോശയും തീർന്നു എന്ന് വിധി എഴുതിയ പ്രതലമായ നൈലിലെ വെള്ളം. അവിടുന്ന് തന്നെ ശുശ്രൂഷ തുടങ്ങി. നിയോഗം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, നീ എത്ര റൂട്ട് മാറി ഓടിയാലോ, നിയോഗം നിന്റെ മേലുണ്ടെങ്കിൽ, നീ എത്ര അകന്ന് നിന്നാലോ, നീ എത്ര മാറ്റി നിർത്തപ്പെട്ടാലും നിന്നെ തിരിച്ചു കൊണ്ടുവന്ന് നിന്നെ കൊണ്ട് ചെയ്യിക്കേണ്ട പദ്ധതികളെ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വം. താങ്ക് യു മാസ്റ്റർ ഹസ്ബാല ബ്രഹറ്റിയാറാസിയ. മോശയുടെ മിനിസ്ട്രിയുടെ ഇന്നോഗ്രേഷൻ അവിടെ നടക്കുന്നത്. അവിടുന്ന് തുടങ്ങുക. നൈലിന് തുടങ്ങി. അവിടുത്തെ മത്സ്യങ്ങൾ മുഴുവൻ ചത്തുപൊങ്ങി. സത്യത്തില് മിസ്രൈമിന്റെ പ്രൊവിഷനെ ദൈവം അടക്കിയ. മിസ്രൈമിലെ ഈ വെള്ളം കൊണ്ടാ അവരുടെ കൃഷി സമ്പത്തുകൾ, അവരുടെ മൃഗസമ്പത്ത് കോരി കുടിക്കുന്നത് ഈ വെള്ളത്തിൽ നിന്നാ. കണ്ടോ? ഫറവോന്റെ കൊട്ടാരത്തിനകത്തും മിസ്രൈമിലെ സകല വീടുകളുടെ അകത്തും മിസ്രൈമിലെ സകല വെള്ളവും രക്തമായി തീർന്നു. അവനിനി അത് കുടിക്കാൻ പറ്റുമോ? അവന്റെ കൃഷിയാകുന്ന വ്യവസായത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? അവരുടെ ഫുഡ് നൈലിലെ മത്സ്യമാ, അത് മുഴുവൻ ചത്തുപൊങ്ങിയില്ലേ? ദൈവം തന്നെ നിയോഗം ചലിപ്പിച്ചു തുടങ്ങിയാൽ, ദൈവത്തിന്റെ പദ്ധതികൾ ആരംഭിക്കപ്പെട്ടു തുടങ്ങിയാൽ ശത്രുവിന്റെ ശക്തിയെ കർത്താവ് ക്ഷയിപ്പിക്കും. നിന്റെ പ്രതിയോഗിയുടെ ശക്തിയെ ക്ഷയിപ്പിച്ചുകൊണ്ട് നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമഹത്വത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചാക്കാൻ പോകയാ. താങ്ക് യു ജീസസ്. വിശദീകരിക്കുന്നില്ല. 10-ാമത്തെ പാത കടിഞ്ഞൂൽ സംഹാരമാ. അല്ല, ഇവിടെ ഒരു രക്തം വെളിപ്പെട്ട് വരിക. മോശനെ അഹരോനെ ദൈവം അടുത്ത് വിളിച്ചു. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായിരിക്കും. ഈ മാസം 10-ാം തീയതി പെസഹ കുഞ്ഞാടിനെ വേർതിരിക്കണം. 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. അതിനെ അറുത്ത് ആ കുഞ്ഞാടിന്റെ രക്തം നിങ്ങൾ പാർക്കുന്ന വീടിന്റെ കട്ടളക്കാലിന്മേലും കുറുമടിമേലും പുരട്ടണം. വീടിന്റെ അകത്തിരുന്ന് ഇതിന്റെ മാംസം ഭക്ഷിക്കണം. ദൈവത്തിന്റെ ആ പദ്ധതികൾ കണ്ടോ നിങ്ങൾ? മിസ്രൈമിൽ ഫറവോന്യ ആ ടൈം സോണിനകത്ത് നിൽക്കുന്ന ജനത്തെ അടുത്ത് വിളിച്ചിട്ട് സർവശക്തനാകുന്ന ദൈവം പറയുക, ഇത് നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭം. ചരിത്രം പിന്നീട് പഠിച്ചാൽ അറിയാം. 1-ാം മാസം ആബീബ് മാസം. ഞാൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സത്യത്തിൽ ആ മാസം മിസ്രൈമിലെ കലണ്ടറിൽ ഇല്ലാത്ത മാസമാണ്. ഇവർ പാർക്കുന്നത് മിസ്രൈമില, ഈജിപ്തിലാ. പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ പദ്ധതി കണ്ടോ പ്രിയരെ? ഈജിപ്തിൽ മിസ്രൈമിൽ പാർക്കുന്ന ജനത്തിന് വേണ്ടി കനാൻ ദേശത്തിന്റെ മാസം ദൈവം തുറന്നു കൊടുത്തു. കനാൻ ദേശത്തിന്റെ ടൈം സോൺ കർത്താവ് തുറന്നു കൊടുത്തു. ഫറവോന്റെ കലണ്ടർ അനുസരിച്ച്, ഈജിപ്തിലെ കലണ്ടർ അനുസരിച്ച് ഈ ജനത്തിനുള്ള അടിമക്കളത്തിലെ ഡ്യൂട്ടി മുഴുവൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുക. പക്ഷെ സർവശക്തനാകുന്ന ദൈവം മോശേനെയും തന്റെ സഹോദരനായ അഹരോനെയും അടുത്ത് വിളിച്ചിട്ട് പറയുകയാ, മോശേ, അതങ്ങനെ വചനത്തിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുകയാ. മോശേ, നിങ്ങൾ താമസിക്കുന്നത്, നിങ്ങൾ പാർക്കുന്നത് ഈജിപ്തിന്റെ ടൈമിനകത്താ, ഈജിപ്തിന്റെ കലണ്ടറിന്റെ ബേസിലാ നിങ്ങളുടെ സഹോദരങ്ങളുടെ ജോലി മുഴുവൻ എഴുതി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ മിനിറ്റ് മുതൽ ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശത്തെ സമയം തുറന്നു തരാൻ പോകുകയാ. ഇന്ന് ദൈവാത്മാവ് ചിലർക്ക് ആ ദൂത് കൈമാറുകയാ. മിസ്രൈമിൽ പാർത്ത ജനത്തിന് വേണ്ടി കനാൻ ദേശത്തിന്റെ കലണ്ടർ പ്രിന്റ് ചെയ്ത് കൊടുത്തതയോ, ഈജിപ്തിൽ ഫറവോന്റെ സമയത്തിനനുസരിച്ച് ജീവിച്ച് തകർക്കപ്പെട്ട ജനത്തിന് വേണ്ടി കടലിനക്കര കടലിനപ്പുറം മഹത്വത്തിന്റെ ദേശത്തിന്റെ ടൈം സോൺ തുറന്നു കൊടുത്ത ദൈവത്തിന്റെ മഹത്വത്തെ ഇന്ന് ഈ 25-ാമത്തെ പകലിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുമെന്ന്. ആരാ നമ്മുടെ ദൈവം? അടിമക്കളത്തിലോ അടിമനുഖത്തിലോ പിടിക്കാൻ പറ്റാത്ത വാഗ്ദത്തത്തിന്റെ കലണ്ടറിനെ, വാഗ്ദത്തത്തിന്റെ സമയത്തെ നിനക്ക് വേണ്ടി തുറക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. നിന്റെ സമയം തെറ്റത്തില്ല. വർഷങ്ങളായി തെറ്റി തകർന്നു കിടക്കുന്ന നിന്റെ സമയത്തെ തിരിച്ചു പിടിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ആത്മ പകർച്ച. ഈജിപ്തിൽ താമസിച്ച് ഫറവോന് പിടികിട്ടാത്തൊരു സമയം, ഫറവോന്റെ കലണ്ടറില്ലാത്തൊരു മാസം ജനത്തിന് വേണ്ടി കർത്താവ് കൊടുത്തു. മന്ത്രവാദിക്കോ ആഭിചാരകർമ്മികൾക്കോ
ഇവിടുത്തെ ഇരുട്ടിന്റെ സ്വാധീനങ്ങൾക്കോ നിങ്ങളുടെ യാത്രയ്ക്കും നിങ്ങളുടെ നന്മയ്ക്കുമൊക്കെ ഇന്നലകളിൽ തടസ്സം നിന്ന പൈശാചിക വൃന്ദങ്ങൾക്കോ പിടികിട്ടാത്ത ഒരു ടൈം സോണിനെ ദൈവാത്മാവ് തുറക്കാൻ പോയാ. രക്തത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണ് ഞാൻ ഇവിടെ നിന്ന. പക്ഷേ കർത്താവ് ഈ വാക്ക് അതിഭയങ്കരമായിട്ട് എന്നോട് സംസാരിക്കുകയാണ്. മന്ത്രവാദികൾക്കോ ആഭിചാര കർമ്മികൾക്കോ പിടികിട്ടാത്ത ഒരു ടൈം സോണിലേക്ക്, ഫറവോന്റെ കൊട്ടാരത്തിലെ ശകുനവാദികൾക്കോ ലക്ഷണവിദ്യ കൈകാര്യം ചെയ്യുന്നവർക്കോ പിടികിട്ടാത്ത ഒരു മാസത്തെ, പിടികിട്ടാത്ത ഒരു സമയത്തെ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി തുറന്നെങ്കിൽ ഇന്ന് പകലിൽ ദൈവാത്മാവ് നിനക്ക് വേണ്ടി അത് ഓപ്പൺ ആക്കുകയാ. ഇത് നിന്റെ വാഗ്ദത്തത്തിന്റെ സമയമാ, ഇത് നിന്റെ അത്ഭുതത്തിന്റെ സമയം. കർത്താവ് നിനക്ക് വേണ്ടി സീസൺ ഓപ്പൺ ആക്കയാ. തുള്ളനും വെട്ടിക്കിളിയും വെട്ടിലും പച്ചപ്പുഴുവൊക്കെ തിന്നു ശേഷിപ്പിച്ച സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ അതിനെ മടക്കി തരുമെന്ന് പറഞ്ഞ ദൈവം. രോഗം വന്ന് കൊണ്ടുപോയത് ഐസിയുവിനകത്ത് കിടന്ന്, വെന്റിലേറ്റർ യൂണിറ്റിനകത്ത് കിടന്ന്, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കിടന്ന്, പാപത്തിനകത്തും ശാപത്തിനകത്തും കിടന്ന്, രോഗബന്ധനങ്ങളുടെ അകത്ത്, ഒരു വീടിനകത്ത്, അടുത്ത മുറിക്കകത്ത് ഒരു ബെഡ് പേഷ്യന്റ് ആയി നീ തകർക്കപ്പെട്ട് കിടന്നപ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ട നിന്റെ ടൈമിനെ തിരിച്ചു തരുന്ന സ്വർഗത്തിന്റെ ടൈം സോണിന് ഇന്ന് പകലിൽ സർവശക്തനാകുന്ന ദൈവം ആരാധിക്കുന്ന മക്കളുടെ ജീവിതത്തിനകത്ത് തുറക്കുമെന്ന് ആത്മാവിൽ ഞാൻ കൈമാറിയാൽ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർ വായി തുറന്ന് കർത്താവിന്റെ മഹത്വം കൊടുത്തു. ഏത് രാജ്യത്താണോ നിന്റെ സമയം നഷ്ടപ്പെട്ടത്, ആ രാജ്യത്ത് നിന്റെ സമയത്തെ കർത്താവ് മടക്കി തരാൻ പോകുന്നു. ഫറവോന് പിടികിട്ടാത്തൊരു മാസം. ഫറവോന്റെ കൊട്ടാരത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ അവർക്ക് ഡ്യൂട്ടി ഷെഡ്യൂൾ ചെയ്യുന്ന, സ്തോത്രം, അവിടുത്തെ ആ ഓഫീസർമാർക്ക് പിടികിട്ടാത്തൊരു ടൈം ജനത്തിന് വേണ്ടി ദൈവം തുറക്കുക. ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്റർനാഷണൽ ടൈം സോൺ തുറക്കാൻ പോവാ. ഐ റിപ്പീറ്റ്, ഞാൻ ചിലരെ നോക്കി ആ വാചകം ആവർത്തിക്കുന്നു. ഇന്ത്യൻ ടൈം സോണിനകത്ത് ഈ ദൂത് നീ കേൾക്കുമ്പോൾ തന്നെ മറ്റൊരു ടൈം സോണിൽ കർത്താവിന്റെ മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോയാ. ഇന്ന് ഈ വർഷത്തിന്റെ 1-ാം മാസത്തിന്റെ 25-ാം പകലിൽ 11:26 ആകുന്ന സമയത്ത് മറ്റേതോ ഒരു രാജ്യത്ത് മറ്റൊരു ടൈം സോണിനകത്ത് നിന്റെ തലമുറയുടെ കെട്ടിനെ പൊട്ടിക്കാൻ, നിന്റെ തലമുറയുടെ ബന്ധനത്തെ അഴിക്കാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി വീസ സ്റ്റാമ്പ് ചെയ്യാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി സൂപ്പർ നാച്ചുറൽ ഡോർ തുറക്കാൻ ഞാൻ പ്രവർത്തിക്കും. ആർ തടുക്കും? ഒരുത്തർക്കും തടുക്കാൻ പറ്റാത്ത, ഒരുത്തർക്കും ഇനി തടയിടാൻ പറ്റാത്ത അസാധാരണ ദൈവപ്രവർത്തികളെ, അൺബിലീവബിൾ ആയ ചില പദ്ധതികൾ കഥ തുറക്കാൻ പോവാ. നിന്റെ ഫെയ്ത്തിനകത്ത് കണ്ടു നിൽക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ കർത്താവ് ചിലത് ഓപ്പൺ ആക്കാൻ പോവാ. വിശദീകരിക്കേണ്ടതായിട്ട് ഒത്തിരി ഉണ്ട്. മോശനെ അഹരോനെ അടുത്ത് വെച്ചിട്ട് ദൈവം പറയും, ഇത് നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭം. ഫറവോന് പിടികിട്ടാത്തൊരു മാസം, ഫറവോന്റെ ടൈം സോണിനകത്ത് ഇല്ലാത്തൊരു ടൈം ജനത്തിനായി തുറന്നു. തകർച്ചയ്ക്കകത്ത് കിടന്നാലും ദൈവം സമയം തുറന്നാൽ, പെസഹ കുഞ്ഞാടിനെ വേർതിരിച്ചപ്പോ ജനത്തിന് സമയം തുറന്നു വരിക. വീടിനകത്തിരുന്നതിന്റെ മാംസം കഴിക്കണം, വീടിന്റെ പുറത്ത് കുഞ്ഞാടിന്റെ രക്തം. വീടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് രക്തം കൊണ്ടാ. ഇനി വീടിനകത്തിരിക്കുന്ന ജനത്തിന്റെ അകത്ത് പെസഹ കുഞ്ഞാടിന്റെ മാംസം കയറി. മാംസത്തിനകത്തൊരു ജീവനുണ്ട്, രക്തത്തിനകത്ത് ഒരു ജീവനുണ്ട്. അർദ്ധരാത്രി സംഹാരകൻ ഇറങ്ങുക. സംഹാരകൻ ഇറങ്ങി വന്ന് അസാധാരണമായി മിസ്രൈമിലെ ഓരോ വീടുകളുടെ അകത്തും സംഹാരം നടത്തുമ്പോ സകല ആദ്യജാതന്മാരെയും കൊന്നുകളയുക. ഇതെല്ലാം ദൈവത്തിന്റെ റെസ്റ്റോറേഷനാ. പുറപ്പാട് പുസ്തകം തുടങ്ങുമ്പം ഇസ്രായേൽ മക്കളുടെ വീടിനകത്ത് ഇതുപോലെ നിലവിളി കേട്ടെ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ പെസഹ കുഞ്ഞാടിനെ അങ്ങോട്ട് വേർതിരിച്ചപ്പോ മിസ്രൈമിയുടെ വീടുകളുടെ അത് നിലവിളി ഉയർന്നു. ചരിത്രം തുടങ്ങി വന്നപ്പോ ആരാധിക്കുന്ന ദൈവമക്കളുടെ വീടിനകത്ത്, സ്തോത്രം, ഈ ആദ്യജാതന്മാർ ആൺ തലമുറകളുടെ മരണനിമിത്തം നിലവിളികൾ ഉയർന്നെങ്കിൽ 12-ാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് സിസ്റ്റം തിരിച്ചു. സിസ്റ്റം തിരിയാൻ എന്നാ പാസ്റ്റേ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, പെസഹ കുഞ്ഞാട് വേർതിരിക്കപ്പെട്ടു. പെസഹ കുഞ്ഞാടിന്റെ മാംസവും അതിന്റെ രക്തവും വീടുകളുടെ മേൽ അടയാളമായി തീർന്നപ്പോൾ എന്റെ ശത്രുവിന്റെ വീടിനകത്ത് നിലവിളി ഉയർന്നെങ്കിൽ കുറിച്ചിട്ടോണ എഴുതൂത്. ഇന്നലെ വരെ നിന്റെ വീടിനകത്ത് ഉയർന്ന നിലവിളി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് അവസാനിപ്പിക്കാൻ പോകയാ. നിനക്കെതിരെ നിൽക്കുന്ന, നിന്നോട് പോരാടുന്ന, നിന്നെ വെല്ലുവിളിക്കുന്ന പ്രതിയോഗിയുടെ വീടുകളുടെ അകത്ത് നിലവിളിയുടെ ശബ്ദം ഉയരുന്നത് എന്റെ ആത്മകാതുകളാണ് ഞാൻ കേൾക്കുക. ഒരു ആയുസ് മുഴുവൻ നിലവിളിച്ച് കരയുന്ന അമ്മമാരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിന്റെ വീടിനകത്ത് ഇനി നിലവിളിയല്ല, ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുടെ മീതെ എന്നേക്കും ഉണ്ടാകും. നിന്റെ വീടിനകത്ത് സെലിബ്രേഷന്റെ ശബ്ദം ഉയരാൻ പോകുന്നു. നിന്റെ വീടിനകത്തെ കരത്തിന്റെ ശബ്ദത്തെ ദൈവം നിർത്തിയിട്ട് നിന്റെ വീടിനകത്ത് ആഘോഷത്തിന്റെ, ഉല്ലാസത്തിന്റെ ശബ്ദത്തെ. ആരാ ഇത് പറയുന്നേ? സർവശക്തനാകുന്ന ദൈവം അർദ്ധരാത്രിയിൽ സംഹാരകനെ അഴിച്ചുവിടുക. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 29 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അർദ്ധരാത്രിയിലോ സിംഹാസനത്തിൽ നിന്നും ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടക്കുന്ന തടവുകാരന്റെ ആദ്യജാതനെ വരെ മിസ്രൈം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളൊക്കെയും എല്ലാം യഹോവ സംഹരിച്ചു. അപ്പൊ കൊട്ടാരത്തിൽ നിലവിളി വന്നു, മിസ്രൈമിയുടെ വീടുകളുടെ അകത്ത് നിലവിളി വന്നു. ഞാൻ വിശദീകരിക്കുന്നത് ഒറ്റ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇടുക. ഇന്ന് വരെ നിന്റെ വീടിനകത്തായിരുന്നു നിലവിളി, പക്ഷേ ഇന്ന് ഈ പെസഹ കുഞ്ഞാടിന്റെ രക്തം നിങ്ങൾക്ക് അടയാളമാകുമ്പോ, പുതുനിയമസഭയോട് ദൈവത്തിന്റെ ദൂതിതാണ്, സ്തോത്രം, ലോകത്തിന്റെ പാപത്തെ ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന യേശുവിന്റെ രക്തം നിങ്ങൾക്ക് അടയാളമാകുമ്പോൾ നിന്റെ വീടിനകത്ത് നിലവിളിയുടെ ശബ്ദം നിലയ്ക്കുന്നു. നിന്റെ വീടിനകത്ത് ജയത്തിന്റെ ഘോഷം, നിന്റെ വീടിനകത്ത് ഉല്ലാസത്തിന്റെ ഘോഷം. പിന്നെയോ ശത്രുവിന്റെ പൈശാചിക കോട്ടകളുടെ അകത്ത് നിലവിളി,
ഭാരതത്തിന്റെ 28 സംസ്ഥാനങ്ങളിലും അടക്കി വാഴ്ച നടത്തുന്ന പൈശാചിക മണ്ഡലങ്ങൾ നിലവിളിക്കുന്ന ഒരു കാലഘട്ടം ദേശത്ത് വെളിപ്പെട്ട് വരാൻ പോകുകയാണെന്ന് ആത്മാവിന്ന് ദൂത് പറയുകയാ. ഭാരതത്തിന്റെ തെരുവുകളിൽ ദൈവത്തിന്റെ അഭിഷക്തന്മാർക്കെതിരെ ഉപദ്രവം അഴിച്ചുവിടുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കേൾപ്പിക്കാൻ പോകുകയാ. നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിന്റെ നീതി നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്നു. നിലവിളി മാറും. പിന്നെയോ ജയത്തിന്റെ ഘോഷം ഉയരും. ആർ തട്ടഹസിച്ച് പരിഹസിച്ച് ചിരിച്ചോണ്ടിരിക്കുന്ന ശത്രുവിന്റെ കോട്ടയ്ക്കകത്ത് നിലവിളി ഉയരും. കർത്താവ് സിസ്റ്റത്തെ തിരിക്കാൻ പോകുന്നു. മലയാള സഭ ഈ ദൂതിന് ആമേൻ പറയണം. ദൈവം സിസ്റ്റം തിരിക്കാൻ പോകുന്നു. നിന്റെ നിലവിളി ശത്രുവിന്റെ കോട്ടയ്ക്കകത്ത് ഉയരും. നിന്റെ വീടിനകത്ത് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം ഉയരും. നീ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ നശിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി അതിശക്തമാകുന്ന ഒരു ദൈവപ്രവൃത്തിയെ. കടിഞ്ഞൂൽ സംഹാരം 10-ാം പാത. 1-ാം പാതയ്ക്കകത്ത് നൈൽ നദി മുഴുവൻ രക്തമായി. കൊട്ടാരം മുതൽ കുണ്ടറ വരെ സകല ജലാംശവും രക്തമായി തീർന്നു. പക്ഷെ 10-ാം പാത വന്നപ്പോ ദൈവമക്കളുടെ വീടിനകത്ത് മാത്രം രക്തം. ആദ്യത്തെ രക്തം മിസ്രൈമിന് ന്യായവിധിയുടെ അടയാളമായിരുന്നു. 1-ാം പാതയിൽ നൈലിലെ വെള്ളം രക്തമായത് ന്യായവിധിയുടെ സൈനായിരുന്നു. എന്റെ ഒടുക്കത്തെ രക്തം 10-ാം പാതയിൽ 12-ാം അധ്യായം പുറപ്പാട് 12:13 നാം കാണുന്ന കുഞ്ഞാടിന്റെ രക്തം, അത് മിസ്രൈമിന് ന്യായവിധിയാണ്. പക്ഷെ ഇസ്രായേൽ മക്കൾക്ക് അത് പ്രൊട്ടക്ഷനാണ്. ഇസ്രായേൽ മക്കൾക്ക് അത് സംരക്ഷണമാണ്. വിശ്വസിക്കുക, നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ. അഭിഷക്തന്മാരുടെ വാഹനങ്ങളുടെ മീതെ സംരക്ഷണം വെളിപ്പെടട്ടെ. നിന്റെ ബിസിനസ്സിൽ, നിന്റെ വരുമാന മാർഗത്തിൽ, നിന്റെ സമ്പത്തിൽ, നിന്റെ അസറ്റിൽ, വീടിനകത്ത് യേശുവിന്റെ രക്തം അടയാളമായി തീരട്ടെ. അന്നത് നിഴലായിരുന്നെങ്കിൽ ഇന്നത് പൊരുളാ. നിനക്ക് വേണ്ടി നുറുങ്ങപ്പെട്ട ഒരു ശരീരമുണ്ട്. വൈദ്യനായ ലൂക്കോസ് തെയോഫിലോസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് സുവിശേഷ പുസ്തകം എഴുതുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യം യേശുവിന്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. കിദ്രോൻ തോട്ടിനക്കരെ ഒലിവുമലയോട് ചേർന്നുള്ള ഗത്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ 22:44 പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അന്ന് പെസഹ കുഞ്ഞാട് നിഴലായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് വേണ്ടി പൊരുൾ വെളിപ്പെട്ടിരിക്കുക. നമുക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന. ഞാനിങ്ങനെ പറയാറുണ്ട്, പ്രിയരെ, നമുക്ക് വേണ്ടി നമ്മുടെ പപ്പയോ അമ്മയോ സഹോദരങ്ങളോ നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററോ നിങ്ങളെ രക്ഷയിലേക്ക് നയിച്ച ആ വ്യക്തിയോ ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് യേശുവാ. അത് ഗത്സമനത്തോട്ടത്തില്ല, മുഴുമാനവകുലത്തിനു വേണ്ടി യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. ആ രക്തം ഇന്ന് നമുക്കൊരു അടയാളമാകുക. ഇത് രണ്ടും കൂടെ ഞാനൊന്ന് കണക്ട് ചെയ്യുക. പുറപ്പാട് പുസ്തകത്തിൽ രാജ്യവ്യാപകമായി ആദ്യജാതന്മാരെ, കടിഞ്ഞൂലുകളെ സംഹരിക്കുന്ന സമയം കേവലം ഒരു കുഞ്ഞാടിന്റെ രക്തം അടയാളമായ വീടിനകത്ത് സംഹാരകന് പ്രവേശനമില്ലെങ്കിൽ, നിങ്ങൾ ആ ഭാഗം ഒന്ന് ധ്യാനിച്ചേ. എല്ലാ വീടിനകത്തേക്കും സംഹാരകൻ അറ്റ് എ ടൈമിൽ ഇടിച്ചു കയറുക. പക്ഷേ രക്തമടയാളമായ വീടിനകത്തേക്ക് സംഹാരകന് പ്രവേശനമില്ല. അർത്ഥാൽ മരണത്തെ വഴിമാറ്റാൻ കുഞ്ഞാടിന്റെ രക്തത്തിന് സാധ്യതയുണ്ട്. ഞാൻ ആത്മതലത്തിൽ ഇത് ദൂതായിട്ട് കൈമാറുകയാ. അനുവാദം കൂടാതെ നിന്റെ വീട്ടിൽ നിന്റെ ശരീരത്തെ കയറി തൊടാൻ പ്രവേശിച്ചു വരുന്ന മരണത്തെ പോലും വഴിമാറ്റി വിടുവാൻ ഈ അന്തരീക്ഷത്തിനകത്ത് വ്യാപരിക്കുന്ന യേശുവിന്റെ രക്തത്തിന് സാധ്യതയുണ്ട്. 33.5 വയസ്സുള്ള യേശുവിന്റെ രക്തം മരണത്തെ വഴിമാറ്റുകയാ. പെസഹ കുഞ്ഞാടിന്റെ രക്തം സംഹാരകനെ വഴിമാറ്റി വിട്ടെങ്കിൽ ലോകത്തിന്റെ പാപത്തെ ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന യേശുവിന്റെ രക്തം അകാലത്തിൽ നിന്നെ തകർക്കുവാൻ പദ്ധതിയിടുന്ന മരണത്തെ വഴിമാറ്റി വിടുവാൻ ഇതിനകത്തൊരു മഹാശക്തിയുണ്ടെന്ന്. യേശുവിന്റെ രക്തം വെളിപ്പെട്ടത് ഗത്സമനയില. ഞാൻ പ്രസംഗിക്കാറുണ്ട്, 3 സ്ഥലങ്ങളിലായിട്ട് രക്തത്തിന്റെ ആ ഒഴുക്ക്. ഗത്സമനയിൽ രക്തം, അത് വിയർപ്പ് വലിയ ചോരത്തുള്ളി പോലെയായി. വിയർപ്പ് രക്തമാകുന്ന ബ്ലഡ് പൊടിഞ്ഞു പുറത്തു വരുന്ന പ്രാർത്ഥന. 2-ാം സ്ഥലം ഗബദയിലേക്ക് വരുമ്പോൾ അവന്റെ ശരീരം മുഴുവൻ ഉഴുവുചാല് പോലെ കീറപ്പെട്ടു രക്തം അവിടെ വാർന്നൊലിച്ചു. 3-ാം സ്ഥലം ഗോൽഗോഥയിലേക്ക് വരുമ്പോൾ അവസാന തുള്ളി രക്തവും ഒഴുക്കി തന്നു. 3 പ്ലേസുകളിലായിട്ട് രക്തം ഒഴുകുന്നത്. ഗത്സമന, ഗബദ, ഗോൽഗോഥ. ഗത്സമനയിൽ അത് പുറത്തു വന്നെങ്കിൽ, ഗബദയിൽ അത് ഒഴുക്കപ്പെട്ടെങ്കിൽ, ഗോൽഗോഥയിൽ അവസാന തുള്ളി രക്തവും അവൻ ഒഴുക്കി തന്നു. ആ രക്തത്തെ നോക്കിക്കൊണ്ട് വിശുദ്ധ ബൈബിൾ നമുക്ക് ഉറപ്പ് തരികയാ. കൊലോസ്യർക്ക് പൗലോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട യേശുവിന്റെ രക്തത്തിന്റെ 1-ാമത്തെ ബ്ലെസ്സിങ് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. അതിനകത്ത് ദൈവം നമുക്കൊരു സമാധാനം നൽകി തന്നു. യേശു ഈ വണ്ണം പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന് തരാൻ കർത്താവേ അങ്ങനെ പറയുന്നത് എപ്പോഴാ? 3.5 വർഷം കൂടെ നടന്ന യൂദാസ് ഒരു ചുംബനം കൊണ്ട് ഒറ്റുവെന്നറിയാമല്ലോ. പത്രോസ് 3 തവണ തള്ളിപ്പറയുമെന്ന് അറിയാമല്ലോ. ശരീരം നുറുക്കപ്പെടും, കള്ളനെന്ന് മുദ്രകുത്തി ക്രൂശീകരിക്കുമെന്ന് അറിയാമല്ലോ. തലയിൽ മുൾക്കിരീടം വെക്കുമെന്ന് അറിയാമല്ലോ. ഇതെല്ലാം അറിഞ്ഞിരിക്കെ തന്നെ യേശു അനുഭവിച്ചൊരു സമാധാനമുണ്ട്.
ദൈവത്തിന്റെ മക്കൾക്ക് യേശു കർത്താവ് തരുന്ന സമാധാനം യേശുവിന്റെ അകത്ത് വ്യാപരിച്ച സമാധാനമാണ്. കൂടാരപ്പെരുന്നാളിൽ നിന്ന് യേശുവിനെ തകർക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ചവരുടെ നടുവിൽ നിൽക്കാൻ യേശുവിന്റെ അകത്ത് വ്യാപരിച്ച ഒരു സമാധാനമുണ്ട്. പിതൃത്വം ചോദ്യം ചെയ്യപ്പെട്ട് 30 കൊല്ലം സ്തോത്രം തകർക്കപ്പെട്ട സാഹചര്യത്തിനകത്ത് യേശു അനുഭവിച്ചൊരു സമാധാനമുണ്ട്. എന്തോ കർത്താവ് എന്നോട് പറയുന്നു, നിങ്ങൾ ആയുസ്സിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു പീസ്, ഒരു സമാധാനം ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകി തരാൻ പോകയാ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടി, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഞാൻ ഇപ്പൊ ഈ ദൂത് പറയുമ്പോൾ ഇന്നലെ രാത്രി കൂടെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാതിരുന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് രാത്രികളെ സ്തോത്രം പകലാക്കി മാറ്റിയ പലരും എന്റെ സന്ദേശം കേൾക്കുന്നുണ്ട്. ദൈവാത്മാവിൽ ഞാൻ ഇന്ന് നിങ്ങളെ നോക്കി മുദ്രയിട്ട് ഈ ദൂത് കൈമാറുകയാ. നിന്റെ ആയുസിന്റെ അവസാന ദിവസം വരെ സമാധാനത്തോടെ ഉറങ്ങാനുള്ള ദൈവിക അനുഗ്രഹത്തെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ജീവിതത്തിനകത്ത് കൈമാറാൻ പോകയാ. സമാധാനപൂർണമായ ഒരു ജീവിതം കർത്താവ് പരസ്യമായിട്ട് വിളംബരം ചെയ്തു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. യേശു ഓഫർ ചെയ്ത സമാധാനം അത് ഉണ്ടായതല്ല, യേശു നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. കൊലോസ്യ സഭയോട് പൗലോസ് അത് വിസ്തരിച്ചു പറഞ്ഞു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. യേശുവിന്റെ രക്തത്തിന്റെ വിലയാ സമാധാനം. നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട നമ്മുടെ മേലെ അടയാളമായ യേശുവിന്റെ രക്തത്തിന്റെ വിലയാ ദൈവിക സമാധാനം. പ്രിയരെ, നിങ്ങളുടെ സമാധാനത്തെ ഇല്ലാതാക്കുന്നത് ഏത് വിഷയമാണ്? അതിനകത്ത് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോവാ. രോഗമാണോ നിങ്ങളുടെ സമാധാനത്തെ ഇല്ലാതാക്കിയേ? നിങ്ങളുടെ രോഗത്തിന്റെ മീതെ യേശുവിന്റെ രക്തം അത്ഭുതകരമായി വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഡയബറ്റിക്കും ആർത്രൈറ്റിസും കൊളസ്ട്രോളും ഹൈ ബിപിയും മരണകരമായ രോഗബന്ധനങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തം കൊണ്ട് കർത്താവ് ഇന്ന് കഴുകി ശുദ്ധീകരിക്കാൻ പോകുകയാണ്. റേഡിയേഷനോ കീമോതെറാപ്പിക്കോ ചെയ്യാൻ പറ്റാത്തത് യേശുവിന്റെ രക്തത്താൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് സാധ്യമാകാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. നിന്റെ സമാധാനത്തെ ഇല്ലാതാക്കുന്ന രോഗബന്ധനങ്ങളുടെ മീതെ അതിന്മീതെ സമാധാനം ഉണ്ടാക്കേണ്ടതിനായി യേശുവിന്റെ രക്തം അടയാളമാകുന്നു. നിന്റെ സമാധാനം ഇല്ലാതാക്കുന്നത് സ്തോത്രം മാനസിക സംഘർഷം, ഡിപ്രഷൻ ആണോ? അതിന്മീതെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുക. നിന്റെ സമാധാനം ഇല്ലാതാക്കുന്നത് സാമ്പത്തിക കടക്കണിയാണോ? അതിന്മീതെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുക. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മറവിൽ ദൈവം നിന്നെ സൂക്ഷിക്കാൻ തുടങ്ങിയാൽ നിന്റെ സമാധാനത്തെ കെടുത്തുന്ന ഏത് സ്വാധീനമാണോ അതിന്റെ മീതെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. വാർദ്ധക്യത്തിന്റെ അവസ്ഥകൾ നിമിത്തം ശാരീരികമായിട്ട് അനുഭവിക്കുന്ന രോഗബന്ധനങ്ങൾ നിങ്ങളുടെ രക്തത്തിനകത്ത് അത് പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ 33.5 തിരുവയസ്സുള്ള യേശുവിന്റെ രക്തം ഡയബറ്റിക് തൊടാത്ത, ക്യാൻസർ തൊടാത്ത, മരണകരമായ രോഗം തൊടാത്ത ആ കുഞ്ഞാടിന്റെ രക്തം നിന്റെ ബ്ലഡ് വെസൽസിനകത്തേക്ക് ഇന്ന് പകലിൽ അത് തുളച്ചു കയറുകയാണ്. യേശുവിന്റെ രക്തത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന ജീവന്റെ സമൃദ്ധിയെ. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ഒന്നാമത്തെ സൈൻ, ഒന്നാമത്തെ അനുഗ്രഹം നമുക്ക് സമാധാനം ഉണ്ടാക്കി. എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അരികിലത്ര നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ രക്തം നമുക്ക് ഗുണകരമായി സംസാരിക്കുന്നതാ, നമുക്ക് ഫേവറബിൾ ആയി, നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക്, നമ്മുടെ ഭാവിക്ക് അനുകൂലമായി സംസാരിക്കണം. ആരോ പറയുന്നു, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, എൻ്റെ ഭാവി, എൻ്റെ കുഞ്ഞ്, എൻ്റെ വിഷയം, എൻ്റെ ജോലി കാര്യം, എൻ്റെ യാത്രയുടെ കാര്യം, എൻ്റെ ശുശ്രൂഷയുടെ ആ അപ്പോയിന്റ്മെന്റിന്റെ കാര്യം സംസാരിക്കാൻ ആരുമില്ല. മാന്യ ശ്രോതാവേ, തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെ ഈ തിരുവെടുത്ത് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുക. നിനക്ക് ഫേവറബിൾ ആയി സംസാരിക്കുന്ന ഹാബേലിന്റെ രക്തത്തെക്കാൾ. ഹാബേലിന്റെ രക്തത്തിന്റെ പ്രത്യേകത ഭൂമിയിൽ നിന്ന് നിലവിളിക്കുകയാ, ഞാൻ അനീതി നിമിത്തം തകർക്കപ്പെട്ടു. സ്വന്തം നീതിക്ക് വേണ്ടി ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിനക്ക് അനുകൂലമായി സംസാരിക്കാൻ ആരുമില്ലെന്നൊരു അവബോധം നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നിന്റെ ഹൃദയം തൊട്ടുകൊണ്ട് ദൈവാത്മാവ് ഇന്ന് പകൽ സംസാരിക്കുന്നു. നിനക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഒരു രക്തമുണ്ട്. ഇത് ഗുണകരമായി സംസാരിക്കും. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യത്തിൽ വിശുദ്ധ പത്രോസ് ശ്ലീഹ പുതുനിയമ സഭയോട് ഇങ്ങനെ പറഞ്ഞു, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന്, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമാകുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. രക്തത്തിന്റെ മൂന്നാമത്തെ ഒരു ബ്ലെസ്സിംഗ് കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകയാ. അത് വ്യർത്ഥമായ പിതൃപാരമ്പര്യത്തിൽ നിന്നും വീണ്ടെടുത്തതാ. പാപത്തിന്റെ അധമ പാതാളത്തിൽ നിന്നും നിന്നെ വീണ്ടെടുത്തത് യേശുവിന്റെ രക്തം കൊണ്ടാ. ശാപത്തിൽ നിന്നും വീണ്ടെടുത്തത് യേശുവിന്റെ രക്തം കൊണ്ടാ. കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട് കിടക്കുന്ന ആ ദൈവപുത്രന്റെ പിക്ചർ നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ധ്യാനിച്ച് ഗലാത്യ സഭയോട് പൗലോസ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ. അങ്ങനെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്തിനു വേണ്ടിയാ ബ്രദർ, എന്തിനു വേണ്ടിയാ സിസ്റ്റർ? പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാ, നിന്റെ ശാപത്തിൽ നിന്നും നിന്നെ വീണ്ടെടുക്കേണ്ടതിനായി, നീ ചെയ്യാത്ത തെറ്റ് നിമിത്തം, നീ ചെയ്യാത്ത അകൃത്യ നിമിത്തം നീ ചുമക്കുന്ന ശാപത്തിന്റെ ആ കടും ചുവപ്പിൽ നിന്നും നിന്നെ അത്ഭുതകരമായി പുറത്തെടുക്കേണ്ടതിനായി അവൻ നിനക്ക് വേണ്ടി അങ്ങകലെ കാൽവറിയുടെ കൊലക്കളത്തിൽ മരത്തിന്മേൽ തൂങ്ങിയെങ്കിൽ അവൻ ഒഴുക്കി തന്ന രക്തത്തിന്റെ ശക്തി ഇന്ന് നിനക്ക് പരിചയായി, ഇന്ന് നിനക്ക് പലകയായി, ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പായി, ഇന്ന് നിനക്കൊരു ഉദ്ധാരണമായി, ഇന്ന് നിന്റെ വിഷയത്തിനകത്ത് പുറത്തെടുക്കുന്ന ഒരു വിടുതലായി വെളിപ്പെട്ട് വരാൻ പോകയാ. ആത്മതലത്തിൽ ഈ ദൂതിനെ സ്വീകരിക്കാൻ പറ്റുന്നവർ വായി തുറന്ന് കർത്താവിന് ആരാധന കൊടുത്തു. യേശുവിന്റെ രക്തം പിതൃപാരമ്പര്യത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതാ. ഈ രക്തം ഒരു വീടിനകത്ത് അടയാളമായാൽ ആ വീടിനകത്ത് പാരമ്പര്യത്തിന്റെ ശക്തി പൊട്ടും.
ആ വീടിനകത്ത് പാരമ്പര്യത്തിന്റെ മുഖം തകരൂ. എന്നെ കേൾക്കുന്ന പല മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നില്ല, ഒരു നേരത്തെ നല്ല ആഹാരം കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ല. പക്ഷെ ഞാൻ ആത്മാവിൽ പറയുന്നു, യേശുവിന്റെ രക്തം നിന്റെ മണ്ണിനകത്ത് അടയാളമായാൽ, യേശുവിന്റെ രക്തം നിന്റെ വീടിനകത്ത് ഒരു അടയാളമായാൽ, നീ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിനപ്പുറമായി നിന്റെ തലമുറയുടെ ഭാവികാല പദ്ധതികളെ തിരിക്കാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തി, പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളെ പൊട്ടിക്കുന്ന ഒരു ദൈവശക്തി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. കർഷകരും അടിമകളും മാത്രം തലപൊക്കിയ മണ്ണിനകത്ത് കർത്താവിൽ പ്രസിദ്ധരായ അടുത്തൊരു ജനറേഷനെ പുറത്തെടുക്കാൻ ക്രൂശ് ചുമന്ന കുറേനക്കാരനായ ശീമോന്റെ ശരീരത്ത് പറ്റിപ്പുരണ്ട യേശുവിന്റെ രക്തത്തിന്റെ ശക്തി കൊണ്ട് കർഷകരും അടിമകളും തലപൊക്കിയ മണ്ണിനകത്തിന്ന് അലക്സാണ്ടറിനെയും രൂഫസിനെയും പുറത്തെടുക്കാൻ സ്വർഗത്തിലെ പിതാവിന് തിരിഹിതം തോന്നിയത് ആ മനുഷ്യൻ പോലും അറിയാതെ ആ വീടിനകത്ത് വ്യാപരിച്ച രക്തത്തിന്റെ ശക്തിയാണെങ്കിൽ, യേശുവിന്റെ രക്തം ഇന്ന് നമുക്കൊരു ഭയങ്കര വിടുതലായിത്തീരുന്നു. അത്യുന്നതന്റെ മറവിൽ ഇന്ന് ഈ സെഷൻ, ഈ മെസ്സേജ് ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതുക, ഈ വർഷം കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മറവിൽ നീ സംരക്ഷിക്കപ്പെടും. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മറവിൽ സംരക്ഷിക്കപ്പെടും. 430 കൊല്ലത്തെ അടിമനുഖത്തിന്റെ ബന്ധനങ്ങളെ പൊട്ടിച്ച് ഒരു ജനറേഷനെ പുറത്തെടുക്കുവാൻ ആബീബ് മാസം 10-ാം തീയതി വേർതിരിക്കപ്പെട്ട ഒരു കുഞ്ഞാടിന്റെ രക്തത്തിന് സാധ്യതയുണ്ടെങ്കിൽ മുഴുവൻ മാനവകുലത്തിന്റെയും പാപത്തിന്റെ മുഖത്തിൽ നിന്ന് ഭൂമിയുടെ അറ്റത്തോളം ചിതറിക്കിടക്കുന്ന സകല മാനവരാശിയെ വീണ്ടെടുക്കുവാൻ ലോകത്തിന്റെ പാപത്തെ ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന യേശുവിന്റെ രക്തത്തിന് സാധ്യതയുണ്ട്. ആ രക്തത്തിൽ നീ മറയപ്പെട്ടാൽ യേശുവിന്റെ രക്തത്തിനകത്ത് ഒരു വീണ്ടെടുപ്പുണ്ട്. യേശുവിന്റെ രക്തത്തിനകത്ത് നിനക്കൊരു വിടുതലുണ്ട്. അത് വിശ്വസിക്കാൻ പറ്റുന്നവർ വായികൾ തുറന്ന് നാവുകളെ ചലിപ്പിച്ച് ആ കരങ്ങളെ ചേർത്തെടുത്ത് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ ശക്തിയോടെ ദൈവത്തിന് ആരാധന കൊടുക്കൂ. ജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാതൽ വരാൻ നാം പോകാൻ, കാതൽ വരാൻ നാം പോകാൻ. യേശുവിന്റെ നാമത്തിൽ വീടുണ്ടാമുക്കുന്നു ദൈവജനമേ, ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിന്റെ നാമത്തിൽ വീടുണ്ടാമുക്കുന്നു സാത്താനോടെടുത്തിടാം ദൈവജനമേ, ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ.